അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളിയായി പോകുന്നൊരു ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 സവോള, 2 തക്കാളി നല്ല പഴുത്തതാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ ചിക്കൻ നന്നായി ചെറുതായി കട്ട് ചെയ്യണം. ഈ സവോള നമ്മൾ കട്ട് ചെയ്ത് നല്ല ബിരിയാണിയിലോട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഉള്ളി മുരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും അതുപോലെ മസാലാസ് ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡറും ഗരം മസാലയും കൂടെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും പെരിഞ്ചീരകവും പിന്നെ നമ്മൾ നേരത്തെ ഈ മുരിച്ച് വെച്ച് സവാളയും കൂടെ നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് അത് കുക്കറിൽ ഒറ്റ വിസിൽ അടിക്കുക. അപ്പോൾ ഇതുപോലെ ആയി വരും. My God, ഒന്നും പറയാനില്ല. This is like amazing. ഇത്തിരി കൂടെ ഉപ്പ് ഇവിടെ ഇങ്ങനെ തട്ടിക്കൊടുക്കാം. നല്ലോണം നമുക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലൊരു ഇച്ചിരി സോസ് ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ കേട്ടെല്ലാം പറഞ്ഞ പോലെ ആവശ്യത്തിന് സോസ് ഒഴിക്കുക, കുറച്ച് കറിവേപ്പില ഇടാം. നല്ലൊരു സ്മെല്ല് വരും ഇത് കഴിയുമ്പം. അടിപൊളിയാണ്. അപ്പത്തിൻ്റെ കൂടെയാണ് എൻ്റെ ഫേവറേറ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര അടിപൊളിയാണ്. ദോശ ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ച് നല്ല ഒരു ചിക്കൻ ലെഗ് പീസ് വിത്ത് അതിൻ്റെ കുറച്ചൊരു ഗ്രേവിയും കൂടെ ആവുമ്പോൾ so good.